പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കിയേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ചിക്കി പൊരിച്ചെടുക്കുക. അതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇനി അതൊന്ന് കോരിയെടുക്കണം. അത് മുഴുവൻ കോരിയെടുത്തതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും ഒരു 4-5 പച്ചമുളക് കീറിയതും ഒന്ന് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നാലും ഞാനൊരു അളവ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. അതിലേക്ക് ഉപ്പുണ്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 300 ഗ്രാം സേമിയയുടെ പാക്കറ്റിൻ്റെ പകുതിയാണ് എടുത്തത്. 150 ഗ്രാമോളം ഉണ്ടാകും. ഇതുപോലത്തെ കട്ട് ചെയ്യാത്ത സേമിയം തന്നെ എടുക്കാൻ ശ്രമിക്കുക, എങ്കിലേ അതിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി അതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ നല്ലോണം പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം അതിൽ കിടന്നൊന്ന് വെന്ത് വരണം. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇപ്പം നമ്മുടെ സേമിയം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അത് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ മസാല നൂഡിൽസ് മസാലയൊക്കെ ചേർത്തുണ്ടാക്കിയാലും വളരെ ടേസ്റ്റാണ്. നൂഡിൽസ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് നൂഡിൽസിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും വന്നപ്പോൾ. ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.